സ്വാഭാവികമായി അത് ചോദ്യം ചെയ്യപ്പെടും. ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ വരുന്നുണ്ട്. എന്നാൽ ജനാധിപത്യ ശക്തികളല്ലാത്തവർക്ക്, ജനാധിപത്യം പഥ്യമല്ലാത്തവർക്ക് അത്തരം ചോദ്യം ചെയ്യലുകളോ വിമർശനങ്ങളോ പ്രക്ഷോഭങ്ങളോ അംഗീകരിക്കാൻ കഴിയില്ല. അവർ ധരിക്കുന്നത് അവർ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തവരാണ് എന്നാണ്. വലിയ അസഹിഷ്ണുതയോടെയാണ് അത്തരം കാര്യങ്ങൾ ഉണ്ടായാലും അവർ നേരിടുന്നത്. ഇവിടെ കഴിഞ്ഞ വ്യാഴവട്ടക്കാലമായി രാജ്യത്ത് അധികാരത്തിൽ തുടർന്ന BJP ഗവൺമെന്റ് ഗവൺമെന്റിനെ മറ്റുള്ളവയിൽ നിന്നും വ്യത്യസ്തമാക്കി തീർക്കുന്നത് BJPയുടെ നേതൃത്വം RSSന്റെ കൈകളിലാണ് എന്നത്. RSSന്റെ അജണ്ട നടപ്പാക്കുന്നതിനാണ് അവർ തയ്യാറാക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെന്റ് അധികാരം എന്ന നിലക്ക് കയ്യിൽ കിട്ടിയതോടെ കേന്ദ്ര ഗവൺമെന്റിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടേതായ അജണ്ട നടപ്പിലാക്കുക എന്നതാണ് കാണുന്നത്. ഓരോ നടപടിയും RSS അജണ്ടയുടെ ഭാഗമായാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മതനിരപേക്ഷത. നമ്മുടെ രാജ്യത്തെ മഹാഭൂരിഭാഗം ആളുകളും രാജ്യമാകെയും മതനിരപേക്ഷത അംഗീകരിക്കുമ്പോൾ മതനിരപേക്ഷതയോട് യോജിപ്പില്ലാത്ത ഒരു വിഭാഗമാണ് സംഘപരിവാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാഷ്ട്രം ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി തുടരാൻ പാടില്ല എന്നാണ് അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷ സ്വഭാവം തകർക്കുന്നതിനാവശ്യമായ നടപടികളിലേക്ക് കടക്കുക. നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ജനാധിപത്യത്തോട് തെല്ലും ബഹുമാനമില്ലാത്തവരാണ് RSS സംഘപരിവാർ. ജനാധിപത്യ സമ്പ്രദായത്തോട് വലിയ യോജിപ്പ് അവർക്കില്ല. അവരാഗ്രഹിക്കുന്നത് RSSനെ പോലെ തന്നെ ചോദ്യം ചെയ്യപ്പെടാത്ത നില ഉണ്ടാവണമെന്നാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ എപ്പോഴും ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടേയിരിക്കും. ചോദ്യം ചെയ്യപ്പെടുക സ്വാഭാവികമാണ്. അതിനോട് RSSന് യോജിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മുടെ രാജ്യത്തിൻ്റെ ഇത്തരം മൂല്യങ്ങൾ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടന രാജ്യത്തിന് ഭരണഘടനാണ് എന്ന് ഭരണഘടന അംഗീകരിക്കുന്ന ആളുകൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് RSS. അതിനോട് അവർക്ക് യോജിപ്പുണ്ടായിട്ടില്ല. ഇത് രാജ്യത്തിന് പറ്റിയ ഒന്നല്ല. രാജ്യത്തിന് വേണ്ടത്
മനുസ്മൃതിയാണ്. മനുസ്മൃതിയുടെ സത്യം അംഗീകരിക്കുന്ന ഭരണഘടനയോട് മാത്രമേ യോജിക്കാനാവൂ. ഇതായിരുന്നു സംഘപരിവാർ നമ്മുടെ ഭരണഘടന അംഗീകരിക്കുമ്പോൾ തന്നെ സ്വീകരിച്ച നിലപാട്. അതിനുശേഷം അവർ തുറന്നു വന്ന നിലപാട് പോലെ തന്നെയാണ്. ഇപ്പോ കേന്ദ്ര അധികാരം കയ്യിൽ കിട്ടിയപ്പോൾ ഭരണഘടനയെ ഏതെല്ലാം രീതിയിൽ തകർക്കാനാകും ആ ശ്രമമാണ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾക്ക് അവരുപയോഗിക്കുന്നത് പൂർണ്ണ വർഗീയതയാണ്. എല്ലാ പ്രശ്നങ്ങളെയും വർഗീയമായി കാണാനും വർഗീയവൽക്കരിക്കാനും വർഗീയ സംഘർഷമുണ്ടാക്കാനും വർഗീയ കലാപമുണ്ടാക്കാനും ഒക്കെ ഈ കൂട്ടർ തയ്യാറാവുകയാണ്. വർഗീയ സംഘർഷങ്ങളിലൂടെ വർഗീയ കലാപങ്ങളിലൂടെ തങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെടാനാകും എന്നതാണ് ഇവർ കാണുന്നത്. നമ്മുടെ രാജ്യത്തെ സാധാരണ ജനങ്ങളാകെ വർഗീയ സംഘർഷങ്ങളിലും വർഗീയ കലാപങ്ങളിലും അസ്വസ്ഥരാണെങ്കിൽ ഇക്കൂട്ടർ വർഗീയ സംഘർഷങ്ങളും കലാപങ്ങളും തുടർത്തോടെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റ് നടപ്പാക്കുന്ന നയങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. ഇന്ത്യയിലെ ജനങ്ങൾ മഹാഭൂരിഭാഗം പാവപ്പെട്ടവരാണ്. അതിലെ നല്ല ഭാഗം പരമദരിദ്രരാണ്. ഇത്തരമൊരവസ്ഥ നമ്മുടേതുപോലൊരു രാഷ്ട്രത്തിന് ഒട്ടും ആശാവഹമായതല്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കുമ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ പട്ടിക ദാരിദ്ര്യാവസ്ഥ വെച്ച് തയ്യാറാക്കിയപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം ആ പട്ടികയുടെ ഏറ്റവും ഒടുവിലെ ഭാഗത്തായിരുന്നു. നമ്മൾ കഴിഞ്ഞാൽ പിന്നെ അപൂർവം വിരലെണ്ണാവുന്ന എണ്ണം രാഷ്ട്രങ്ങൾ മാത്രമേ ഉള്ളൂ. അത്രമാത്രം ദയനീയമാണ് നമ്മുടെ സ്ഥിതി. അപ്പോൾ ഒരു ഭാഗത്ത് അവർ ചെറിയ നമ്പറല്ല, മഹാഭൂരിഭാഗമാണ്. ആ മഹാഭൂരിഭാഗം ഓരോ നാൾ കഴിയുന്നതോറും കൂടുതൽ പാപ്പനീകരിക്കപ്പെടും. ദാരിദ്ര്യത്തിന്റെ കരകയറുകയല്ല, കൂടുതൽ പാപ്പനീകരിക്കപ്പെടുകയാണ്. ഇവിടെ ഇതേ സമയം മറ്റൊരു കാര്യം സംഭവിക്കുന്നുണ്ട്. അത് നമ്മുടെ രാജ്യത്തുള്ള അതിസമ്പന്നർ, ആ അതിസമ്പന്നർക്ക് എല്ലാ സഹായവും കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുകയാണ്. അതിസമ്പന്നർക്ക് എല്ലാ പിന്തുണയും നൽകുകയാണ്. അതിസമ്പന്നരെ കൂടുതൽ സമ്പന്നരാക്കുന്നതിനുള്ള നയമാണ് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്നത്. പലതരത്തിലുള്ള ഇളവുകൾ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു, അതിസമ്പന്നർക്ക് നൽകുന്നു. അതോടൊപ്പം അവർ വാങ്ങുന്ന കടം, ആ കടം
ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിന്റെ ഭാഗമായിട്ടല്ല, അവർക്ക് നൽകുന്ന സൗജന്യമുള്ള നിരക്ക് കടം എഴുതുന്നത്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടമാണ് എഴുതിത്തള്ളുന്നത്, വഴിവിട്ട് സഹായം. എന്നാൽ അതേസമയം നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് അനുവദിച്ചിരുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമായുള്ള സബ്സിഡികളുണ്ടായിരുന്നു, ഓരോന്നോരോന്നായി ഒഴിവാക്കുകയാണ്. പാവപ്പെട്ടവരെ ഒരു തരത്തിലും പിന്താങ്ങാൻ തയ്യാറല്ല. ഇപ്പോ തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യം എടുത്താൽ മതി. ഒരു ഘട്ടത്തിൽ ഇടതുപക്ഷത്തിന് ഒരു കേന്ദ്ര ഗവൺമെന്റിനെ പിന്താങ്ങാനുള്ള അവസരം കിട്ടി. അതായിരുന്നു ഒന്നാം UPA ഗവൺമെന്റ് കാലം. അന്ന് കോൺഗ്രസിന് ഗവൺമെന്റ് രൂപീകരിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ പിന്തുണ വേണമായിരുന്നു. BJP അധികാരത്തിൽ വന്നാലുള്ള ആപത്തോർത്തുകൊണ്ട് കോൺഗ്രസിന് പിന്തുണ നൽകാൻ ഇടതുപക്ഷം തീരുമാനിച്ചു. ആ പിന്തുണ നൽകുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷം ചില കാര്യങ്ങൾ രാജ്യത്ത് നടപ്പാക്കാൻ ആവശ്യപ്പെട്ടു. അതിലൊന്നായിരുന്നു ഈ പറഞ്ഞ തൊഴിലുറപ്പ് പദ്ധതി. അതിൻ്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കപ്പെട്ടു. നല്ല രീതിയിൽ രാജ്യത്താകെ നടപ്പായി. കേരളത്തിൻ്റെ അനുഭവം നമുക്കറിയാം. ഇപ്പം എന്തായി? ആ തൊഴിലുറപ്പ് പദ്ധതി ഫലത്തിൽ ഇല്ലാതാക്കാനാണ് നീക്കം. മുഴുവൻ തുകയും കേന്ദ്ര ഗവൺമെൻറ്റാണ് ചെലവിട്ടിരുന്നത്. ഇപ്പോൾ നല്ലൊരു ഭാഗം 40% സംസ്ഥാനം ചെലവിടണം എന്ന് പറഞ്ഞിരിക്കുകയും അതിൻ്റെ ഭാരം വലിയ തോതിൽ സംസ്ഥാനങ്ങളുടെ പടലേക്ക് വരികയും നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള പണം പോലും ആവശ്യമായ രീതിയിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ് വകയിരുത്തിയിട്ടുമില്ല. വല്ലാത്ത അനിശ്ചിതത്വം. ഇത് കേന്ദ്ര ഗവൺമെൻറ് നയത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നതാണ്. ഇതുപോലുള്ള അനേകം കാര്യങ്ങൾ, സബ്സിഡികൾ എടുത്തു കളയുന്നു. ഇതിൻ്റെയൊക്കെ ഫലം കൂടുതൽ ജനവിഭാഗങ്ങൾ അസംതൃപ്തിയിലേക്ക് നീങ്ങുകയാണ്. ആ അസംതൃപ്തി വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് നീങ്ങുന്നു. അപ്പോൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ശ്രദ്ധയുണ്ടാകാതിരിക്കണം. അത് ഏക വഴിയുള്ളൂ. അതിനാണ് വർഗീയത ഉപയോഗിക്കുന്നത്. വലിയ തോതിൽ വർഗീയ വികാരം കുട്ടികൾക്ക് തങ്ങളുടെ വിഷമസ്ഥിതിയെക്കുറിച്ച് ആലോചിക്കാനേ ഇടവരുന്നത്. വർഗീയ വികാരത്തിൻ്റെ ഭാഗമായി മറ്റുള്ളവരോടുള്ള വിരോധമാണ്. ആ വിരോധം ആളിക്കത്തില്ല. പകയും വിദ്വേഷവും ആളുകളുടെ മനസ്സിൽ നടക്കുക. അതാണ് ബോധപൂർവം സംഘപരിവാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൂടെ തങ്ങൾക്ക് തങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതായിരുന്നു ഇതേവരെയുള്ള RSSന്റെയും സംഘപരിവാറിന്റെയും BJP ഗവൺമെന്റിന്റെയും ചിന്ത. അതിനാണ് ഇപ്പോൾ ഒരു പ്രയാസം വന്നത്. അതിൻ്റെ ഭാഗമായി നാം കണ്ടു നമ്മുടെ രാജ്യത്തെ യുവാക്കളുടെ രംഗപ്രവേശം. ആ കാര്യത്തിൽ യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് നല്ല ഇടപെടൽ അവരുടെ ഭാഗത്തുണ്ടായി. നമ്മുടെ രാജ്യത്തെ നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്, ആ ക്രമക്കേട് എത്ര വലുതാണെന്ന വിചാരം നാം കാണേണ്ടത്. ഈ ക്രമക്കേടുകളെ കാര്യങ്ങളും ഒക്കെ സംഭവിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്നവരുടെ ആരുടെയെങ്കിലും പേര് നമ്മുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ?
അറിയാത്തത്? എന്തുകൊണ്ടാണ് പേര് എല്ലാവർക്കും അറിയാത്തത്? ഇവിടെ അറിയാമല്ലോ, നമ്മൾ നേരത്തെ ഓഹരി കുംഭകോണം ഉണ്ടായപ്പോ ആ ഓഹരി കുംഭകോണത്തിൽ നേതൃത്വം കൊടുത്ത ഹസ്രത്ത് മേത്തയുടെ പേര് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ. ഇപ്പോഴത്തെ നീറ്റ് കുംഭകോണത്തിന്റെ തലപ്പത്തിരുന്ന BJP-യുടെ നേതാവ്, ഭാരതീയ യുവമോർച്ച നേതാവ്, ആരുടെയും ശ്രദ്ധയില്ല. അതാണ് നമ്മുടെ രാജ്യം. ആ തലത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ തലത്തിലേക്ക് നമ്മുടെ രാജ്യത്തെ മാധ്യമങ്ങളെ എത്തിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മാധ്യമങ്ങളെ ആകെ തങ്ങളുടെ കൈപ്പിടി ഒതുക്കിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെ പുറത്തു കൊണ്ടുപോകും. അതിനായിപ്പോ ഗോദി മീഡിയ എന്നിപ്പോ ആളുകൾ പൊതുവെ വിളിക്കുന്നത്. ആ തരത്തിലേക്ക് മാധ്യമ രംഗം തന്നെ മാറിപ്പോയിരിക്കുന്നു. ഇതൊന്നും ഇതിന്റെ കൂടെ കാണേണ്ട കാര്യമാണ്. യങ്സിന്റെ അജണ്ട പല വിധത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് കാണേണ്ടത്. അങ്ങനെയുള്ള രാജ്യത്ത് ഈ തെറ്റിനെ ചോദ്യം ചെയ്തുകൊണ്ട് യുവാക്കൾ രംഗത്ത് പോകും. ആദ്യം അത് പൂർണ്ണമായി അവഗണിക്കുന്ന നിലയാണ് കേന്ദ്ര ഗവൺമെന്റ് എടുത്തത്. അതൊരു സമരമായോ പ്രക്ഷോഭമായോ കണക്കാക്കിയില്ല. വലിയ തോതിൽ ആ പ്രക്ഷോഭം കരുത്താർജിച്ചു. ആ പ്രക്ഷോഭത്തിന്റെ കൂടെ ശരിയായ രീതിയിൽ കരുത്തോടെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നല്ല തോതിൽ പ്രക്ഷോഭം കരുത്താർജിക്കുന്ന നിലയിലായി. അപ്പോഴും ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന നിലയല്ല എന്ന നിലയിലാണ് കേന്ദ്ര ഗവൺമെന്റ് കണ്ടത്. തുടക്കം മുതൽ ഈ തട്ടിപ്പുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘത്തെ സംരക്ഷിക്കുന്ന ആ വകുപ്പിന്റെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യം പ്രക്ഷോഭം ഉയർത്തി. അതിനോടൊക്കെ ഒരു പരിഹാസ രൂപത്തിലായിരുന്നു പ്രതികരണം. പ്രക്ഷോഭം കനത്തു. രാജ്യമാകെ അതിന്റെ ഭാഗമായി മാറി. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആ പ്രക്ഷോഭം കനത്തു വരുമ്പോ അതിന്റെ കൂടെ നമ്മുടെ രാജ്യത്തെ എല്ലാവരും BJP എതിർക്കുന്ന എല്ലാവരും അണിനിരക്കുമെന്നാണല്ലോ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുക. പക്ഷേ കോൺഗ്രസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നായ പ്രതികരണം ഇതൊക്കെ BJPക്ക് വേണ്ടി നടന്ന പ്രക്ഷോഭമാണെന്നാണ്. എന്തൊരു വിരോധാഭാസമാണെന്ന് നോക്കണം. പക്ഷേ യുവത കരുത്തോടെ മുന്നോട്ട് പോയി. രാജ്യം വലിയ തോതിൽ ആ പ്രക്ഷോഭത്തോടൊപ്പം വഴികിടന്നു. ആർക്കും ആ പ്രക്ഷോഭത്തെ അവഗണിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വന്നു. അപ്പോഴാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ ജന്മദിനാഘോഷ പരിപാടി അവിടെ സംഘടിപ്പിച്ചപ്പോൾ അവിടുന്ന് ജാതിയായി പോയി ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ് ഞങ്ങളും എന്നവര് കാണിക്കുന്നത്. നല്ലത്, നല്ലത്. വൈകിയെങ്കിലും ആ ബുദ്ധി ഉദിച്ചല്ലോ, നന്നായി. നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ആ പ്രക്ഷോഭത്തിൽ പോയിരുന്നു. ജന്മദിനാഘോഷത്തിന് അദ്ദേഹം പങ്കെടുക്കാൻ പോയിരുന്നു. അപ്പൊ അവിടുന്ന് അദ്ദേഹവും ഇതിനകത്തുണ്ടായി, നന്നായി. കേന്ദ്ര ഗവൺമെന്റ് രാജ്യമാകെ ഈ പ്രക്ഷോഭത്തോടൊപ്പം അണിനിരക്കുന്നു വന്നപ്പോ അതിനെ അവഗണിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പോഴാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ
രാജി വാങ്ങാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നത്. ഞങ്ങൾക്കെല്ലാം നിസ്സാരം എന്ന മനോഭാവമാണ് ഇവിടെ തകർന്നത്. മുട്ടുകുത്തിക്കാൻ കഴിയും. അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ വിജയം തന്നെയാണ്. അവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പ്രത്യേക കരുത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ പ്രക്ഷോഭം ഈ രീതിയിൽ കടന്നുപോയപ്പോൾ നമ്മുടെ കേരളത്തിലെ RSSന്റെ താത്വിക വിശകലനത്തിൽ വിദഗ്ധരായിട്ടുള്ള ആളുകളിൽ ഒരാളാണ് വലിയ പ്രതികരണവുമായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ കേൾപ്പിക്കണമായിരുന്നു. കാരണം അതൊന്നും മറ്റൊരാൾക്ക് പറയാൻ പറ്റുന്നതല്ല. അല്ല, അത്ര ഒരു വൃത്തികെട്ട കാര്യങ്ങൾ പറയുന്ന ആവർത്തനമാണെങ്കിൽ നമുക്ക് പറയുന്നത് ശരിയില്ല. പക്ഷേ എന്താണ് അയാൾ പറഞ്ഞത് എന്നുള്ളത് ആളുകൾ അറിയണമെങ്കിൽ അത് തന്നെ കേൾക്കണമല്ലോ. എന്നാലേ അത് കൃത്യമായി മനസ്സിലാവും. അയാളായിരുന്നുവെങ്കിൽ ഈ പ്രക്ഷോഭകരെല്ലാം വെടിവെച്ചിരുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ പഴയ ഹിറ്റ്ലറുടെ ആധുനിക രീതി, നാസിസം അംഗീകരിക്കുന്നവരാണ് RSS. ആ ഘട്ടത്തിൽ തന്നെ ഹിറ്റ്ലർ പിന്താങ്ങിയ ഒരു കൂട്ടരെയുള്ളൂ, ലോകത്ത് മറ്റാരുമില്ല. അത് ഇവിടുത്തെ RSS ആണ്. ഹിറ്റ്ലറുടെ നയങ്ങൾ അംഗീകരിച്ചവരാണ്. ജർമ്മനിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഹിറ്റ്ലർ സ്വീകരിച്ച നിലപാട് ഭാരതത്തിന് അനുകരണീയമാണ്. അതാണ് ഭാരതം സ്വീകരിക്കേണ്ടത് എന്ന് പരസ്യമായി പറഞ്ഞവരുമാണ് RSS നേതാക്കൾ. അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവരും പറയുക. അതാണ് പച്ചയായി പറഞ്ഞത്. ഞാൻ അതോടൊപ്പം ഈ പ്രക്ഷോഭത്തിന്റെ മറ്റൊരു പ്രത്യേകത, നമ്മുടെ പെൺകുട്ടികൾ, യുവതികൾ വലിയ തോതിലാണല്ലോ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നത്. അവരെ കുറിച്ച് എന്താ പറഞ്ഞത്? എന്തൊരു ഹീനമായ വർത്തമാനമാണ്. ഞാൻ ആ പറഞ്ഞ അതേ രീതിയിലൊന്നും പറയാൻ ഇപ്പൊ പോകുന്നില്ല. കാരണം ഇതുകൊണ്ട് തന്നെ അതൊന്നും പറയാൻ പറ്റുന്നില്ല എന്നുള്ളത്. എന്തൊരു വൃത്തികെട്ട മനോഭാവമാണ്. ഫാസിസ്റ്റ് മനോഭാവക്കാരുടെ ഉള്ളിലിരിപ്പ് എന്താണ് എന്നാണ് വ്യക്തമാക്കുന്നത്. അത്തരം പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരെ എന്തും ചെയ്യാം എന്നതാണ് ഇവരുടെ വർത്തമാനം, ഇവരുടെ മനസ്സിലിരിപ്പ്. അതുകൊണ്ടാണ് ബലാത്സംഗത്തിന്റെ കാര്യം അവിടെ എടുത്തു പറഞ്ഞത്. വളരെ ഹീനമായ ഭാഷ. എന്താണ് നമ്മുടേതുപോലൊരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്രമാത്രം സംസ്കാരഹീനമായി സംസാരിക്കാൻ കഴിയുന്നത്? ഇതാണ് RSS അവരുടെ തനി രൂപം ആവശ്യം വരുമ്പോഴൊക്കെ പ്രകടിപ്പിക്കാൻ തയ്യാറാണ്. പല ഘട്ടങ്ങളിലും അവരുടേതായ രീതികൾ മറച്ചുവെക്കുന്ന ഒരു തരം കാണാനുണ്ട്. എന്നാൽ ആവശ്യം വരുമ്പോഴൊക്കെ തങ്ങളുടെ തനി സ്വഭാവം പുറത്തെടുക്കുന്നു. രാജ്യത്ത് നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ, ആ വർഗീയ കലാപങ്ങളിൽ കൂട്ടക്കൊലകൾ നടന്നിട്ടുണ്ടല്ലോ. ചിലയിടത്ത് വംശനാശം പോലുള്ളത് തന്നെ ഉണ്ടാക്കിയല്ലോ.
വീടുകളെ നേരത്തെ മാറ്റി വെക്കുക. കലാപം ആരംഭിക്കാൻ തീയതി അവരെ മനസ്സിലായി. കലാപം ആരംഭിക്കാൻ അവർ തീരുമാനിക്കുമ്പോ വീടുകളെല്ലാം മനസ്സിലാകുമല്ലോ എന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നു. എന്താണ് ഉദ്ദേശം? വനിതാ സംവരണം നടപ്പാക്കൽ. ആർക്കാ തടസ്സം? ഈ കഴിഞ്ഞ പാർലമെന്റ് നടപ്പാക്കായിരുന്നല്ലോ. ഏത് ഘട്ടത്തിൽ നടപ്പാക്കാൻ പറ്റും? അത് നടപ്പാക്കാനല്ല, അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ ഉദ്ദേശം പ്രാവർത്തികമാക്കാനാണ് നീക്കം. അതിലൂടെ തങ്ങൾ ആഗ്രഹിക്കും വിധമുള്ള ഒരു രാജ്യത്തെ സൃഷ്ടിക്കാനാവണം. അതിനെ ഇന്നുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ ആ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം വല്ലാതെ പെരുപ്പിക്കണം. അങ്ങനെ പെരുപ്പിക്കുമ്പോ തെക്കേ ഇന്ത്യയില് നല്ല കുറവ് വരണം. ബിജെപിയുടെ സ്വാധീന കേന്ദ്രങ്ങളായി നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, അവിടെ നല്ലതുപോലെ പെരുപ്പിക്കണം. എന്താ ഉദ്ദേശം എന്ന് വ്യക്തമാണ്, എങ്ങോട്ടാണ് നീങ്ങുന്നത് എന്ന് വ്യക്തമാണ്. അതിനാണ് കഴിഞ്ഞ നീക്കം ഉണ്ടായത് പാർലമെന്റ് മുൻപാകെ. അത് തടസ്സപ്പെട്ടു, അത് പരാജയപ്പെടുത്താൻ കഴിയുന്നു. പിന്നെ എന്താ കണ്ടത്? വിവിധ പാർട്ടികളെ നേരെ പ്രവർത്തുകയാണ്. നേരെയല്ല, അവരാഗ്രഹിക്കും വിധം പ്രവർത്തുകയാണ്. തൃണമൂൽ കോൺഗ്രസ് എന്താ കണ്ടത്? ശിവസേന, ഉദ്ധവിന്റെ പാർട്ടി എന്താ കണ്ടത്? ഏതെല്ലാം പാർട്ടികളുടെ നേരെയാണ്? എത്ര പച്ചയായി പരസ്യമായാണ് നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ സ്വയമേവ സംഭവിക്കുന്നതല്ലോ. തങ്ങളുടെ അജണ്ട നടപ്പാക്കാൻ എന്തു ചെയ്യും? ഒരു ഭാഗത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെ അധികാരം, ആ അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റുന്നവരുണ്ട്. നമ്മുടെ രാജ്യത്ത് കേരളത്തെ പോലെയാണ് എല്ലാ സ്ഥലങ്ങളും എന്ന് കാണുന്നത്. കേരളത്തിലെ രാഷ്ട്രീയക്കാര് ഏറെക്കുറെ എല്ലാവരും, എല്ലാ രാഷ്ട്രീയക്കാരും സാധാരണ മനുഷ്യർ തന്നെയാണ്, അതിസമ്പന്നരായവരല്ല. എന്നാൽ മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തെരഞ്ഞെടുക്കപ്പെട്ടവരെ നോക്കിയാൽ അവരെല്ലാം മഹാഭൂരിഭാഗം കോടാനുകോടി കയ്യിലുള്ളവരാണ്. വലിയ തോതിലുള്ള വ്യവസായ സ്ഥാപനങ്ങൾ ഉടമകളാണ്. അവരുടെ നേരെ അധികാരത്തിന്റെ ദണ്ഡം കൊണ്ട് ചെല്ലുമ്പോ സ്വാഭാവികമായിട്ട് പറയേണ്ടി വരും. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി വരുന്ന എന്തിനേയും നേരിടാനുള്ള കരുത്തോടെയാണ് നിൽക്കുക. ആ കരുത്ത് ഇവർക്കുണ്ടാവില്ല. ഇവർ ചിന്തിക്കുക തങ്ങളുടെ പിന്നിലുള്ള ഈ വസ്തുവകകളെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്നതാണ്. അപ്പോൾ എളുപ്പമാകുന്നു. വേറൊരു ഭാഗം, നിങ്ങൾ പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരാണോ എങ്കിൽ നിങ്ങളും നിങ്ങളുടെ അടുത്ത തലമുറകളും കൂടി ആഗ്രഹിച്ചാൽ പോലും നേടാത്ത അത്രയും പണം കൊണ്ട് നിങ്ങളെ ഇതാ മൂടുന്നു. നിങ്ങൾ മാറിക്കോ.
എന്തൊക്കെ വൃത്തികേടുകളാണ് നടക്കുന്നത്. എങ്ങനെയൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വഭാവം മാറ്റാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എല്ലാത്തിനും സംഘപരിവാർ നേതൃത്വം ഇതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ നമ്മുടെ രാജ്യത്തെ അവരുടെ ആഗ്രഹമനുസരിച്ച് മാറ്റിമറിക്കാൻ ശ്രമിക്കുമ്പോൾ നാം കേരളീയർ എല്ലാ കാലത്തും നല്ലതുപോലെ അഭിമാനബോധത്തോടെ ഒരു കാര്യത്തിൽ ഉറപ്പുള്ളവരായിരുന്നു. നാം അതിന് വഴിപ്പെടില്ല, നാം അതിന്റെ കൂടെ നിൽക്കില്ല, നാം അതിനെതിരെ പോരാടും. ഇപ്പൊ കേരളത്തിൽ അങ്ങനെ പറയാൻ കഴിയോ? കേരളം എന്ന സംസ്ഥാനം ഇപ്പോൾ അങ്ങനെയാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയോ? ഇപ്പോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പരാജയപ്പെട്ടു. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഞങ്ങളുടെ നിലപാടെടുത്തു. പുതിയ ഗവൺമെന്റ് വരട്ടെ, ആ ഗവൺമെന്റ് അവരുടെ ഭരണം ശരിയായ രീതിയിൽ നടത്തട്ടെ. ഒരു 3-4 മാസക്കാലം ആ ഭരണം എങ്ങനെയെന്ന് നോക്കാം, നമ്മളായിട്ടൊരു വിമർശനവും കഠിനമായിട്ട് ഉന്നയിക്കണ്ട എന്നൊരു നിലപാടായിരുന്നു ഞങ്ങളുടെ തുടക്കത്തിൽ തന്നെ സ്വീകരിച്ചത്. പക്ഷെ എങ്ങനെ മൗനമായിരിക്കും? നിങ്ങളെ ഒരു ഗവൺമെന്റിന്റെ നയം ആദ്യം പറയുകയാണ്. ഗവൺമെന്റ് വന്ന ഉടനെ നയം പറയേണ്ടത് കേട്ടത്. അതിനു മുൻപ് തന്നെ ഗവൺമെന്റിന്റെ വരവ്, മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഞങ്ങളവിടെ പോയി കേട്ടോ, അവിടെ പോയിരുന്നു. അപ്പോ വന്ദേ മാതരം ചൊല്ലണം. വന്ദേ മാതരത്തിന്റെ ഈരടികൾ ചൊല്ലാൻ സാധാരണഗതിയിൽ ഏതെല്ലാം ചൊല്ലാം എന്നുള്ളതിനെ പറ്റി ഇപ്പോഴല്ല, നേരത്തെ നെഹ്റുവിന്റെ കാലത്ത് കോൺഗ്രസ് തന്നെ വ്യക്തത ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ കേട്ടത് വന്ദേ മാതരം മുഴുവൻ ചൊല്ലുന്നത്. വന്ദേ മാതരം മുഴുവൻ ചൊല്ലുക എന്നത് രാജ്യത്താരും അംഗീകരിച്ചിട്ടില്ല. ഇപ്പൊ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റ് ആണല്ലോ, കോൺഗ്രസ് അംഗീകരിച്ചിട്ടില്ല. ആകെ അംഗീകരിച്ചത് RSS സംഘപരിവാർ മാത്രമാണ്. അതാണ് മുഴുവനായിട്ട് ചൊല്ലിയത്. അതൊരു ദിശ കാണിക്കലായിരുന്നു. തൊട്ടു പിന്നാലെ നയപ്രഖ്യാപന പ്രസംഗം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഈ വർഷം നടന്നതിൽ അതിന് മുൻപിലുള്ള കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തെല്ലാം നടന്നില്ല. ഗവർണർ വായിക്കില്ല എന്ന് പറഞ്ഞ, വരിഞ്ഞാൽ അറിയിക്കുക, വന്നാൽ വായിക്കില്ല എന്ന് പറഞ്ഞ, വായിച്ചുകൊണ്ടിരിക്കുമ്പോ ചില ഭാഗങ്ങൾ വിട്ടുകളിയാൻ, ആ വിട്ടുകളഞ്ഞ ഭാഗമൊക്കെ പ്രസംഗത്തിന്റെ ഭാഗമാണ് എന്ന് ഗവൺമെന്റ് അസംബ്ലിയിൽ തീരുമാനമാക്കിയിട്ടെടുക്കുക. അത് ശരിയല്ല, ഞാൻ വായിക്കാത്ത ഭാഗം ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് ഗവർണർ നിയമസഭയെ അറിയിക്കുക. നിയമസഭ തീരുമാനിച്ചു, നിയമസഭാ തീരുമാനമാണ്, അതിനെ മറികടക്കാൻ ആർക്കും അധികാരമില്ല എന്ന നിലപാട് സ്വീകരിക്കുക. ഇതൊക്കെ ഒരു തരം യുദ്ധമായിരുന്നല്ലോ. എതിരെ നമ്മുടെ നാട് കേരളം RSSന്റെ അജണ്ടയ്ക്ക് കീഴടങ്ങില്ല.
ജനാധിപത്യ വ്യവസ്ഥ അംഗീകരിച്ചു പോകണം. ഇതായിരുന്നു നമ്മുടെ നിലപാട്. ഇപ്പോഴോ ആദ്യത്തെ നയപ്രഖ്യാപനം ഒരക്ഷരം ഗവർണർക്ക് വിയോജിപ്പുള്ളതില്ല എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിനെതിരെ വാക്കിലോ നോക്കിലോ സൂചനയില്ല. എല്ലാം ഭദ്രം. ഗവർണർക്ക് നല്ല സുഖമായിട്ട് വായിക്കാം. എന്താണ് കാണിക്കുന്നത്? പുതിയ ചങ്ങാത്തം അവിടെ നിന്നോ? കേന്ദ്ര ഗവൺമെന്റ് പല മേഖലകളിൽ സ്വകാര്യവൽക്കരണം പറഞ്ഞിരിക്കുന്നു. അതേ നിലപാട് ഇവിടെയും. ബജറ്റ് വന്നപ്പോൾ അത് കൂടുതലാകുന്നു. കേന്ദ്ര ഗവൺമെന്റ് അതേ നിലപാടിൽ പോകുന്നു. കേരളത്തോട് കാണിക്കുന്ന അവഗണനയെ കുറിച്ച് പോലും ഒരു വാദമില്ല. പിന്നീട് അജണ്ടകൾ ഓരോന്നായിട്ട് പുറത്തു വരുന്നു. വിചിത്രമല്ലേ? വഖഫ് ബോർഡ് എന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോർഡാണ്. ഞങ്ങള് 2016 അധികാരത്തിൽ വരുമ്പോൾ അന്നുണ്ടായിരുന്ന വഖഫ് ബോർഡ് അതിന് മുൻപിലുള്ള UDF ഗവൺമെന്റ് നിശ്ചയിച്ച വഖഫ് ബോർഡായിരുന്നു. ഞങ്ങളുടെ അസ്വസ്ഥതയിൽ കാണിച്ചില്ല. ആ വഖഫ് ബോർഡ് തോന്നുന്നു കാലാവധി പൂർത്തിയായി. കാലാവധിക്ക് ശേഷം പുതിയ ബോർഡ്. ഇപ്പോ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേന്ദ്ര ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു. വഖഫ് ബോർഡിലെ അമുസ്ലിങ്ങൾ വേണം. നമ്മുടെ രാജ്യത്ത് പല മതങ്ങളുണ്ട്. ആ പല മതങ്ങൾക്ക് മതത്തിൻ്റെതായ സ്ഥാപനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളെല്ലാം നടത്തുന്നത് ആ മതവിശ്വാസ തന്നെയാണ്. മറ്റേതെങ്കിലും ഒരു മതത്തിന്റെ കാര്യത്തിൽ ആ മതത്തിൽ പെടാത്തവർ അവരുടെ സ്ഥാപനത്തിന്റെ മേലധികാര സ്ഥാനത്ത് ഇരുന്ന് ആ സ്ഥാപനത്തെ നിയന്ത്രിക്കുന്ന നിലയില്ല. ശക്തമായി ഇടതുപക്ഷം അതിനെ എതിർത്തു. മതനിരപേക്ഷതയെ ചോദ്യം ചെയ്തു. കേരള നിയമസഭ ഏകണ്ഠമായി പ്രമേയം അംഗീകരിച്ചു. ഇത് ശരിയല്ല, തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഞങ്ങളുടെ കാലയളവിൽ ആ ബോർഡിന്റെ കാലാവധി തീർന്നു. ബോർഡിന്റെ കാലാവധി തീർന്നപ്പോ ഞങ്ങൾ ചെയ്തത് എന്താ? ബോർഡ് വരണല്ലോ, നിയമം വന്നു കഴിഞ്ഞു. നിയമത്തെ ചോദ്യം ചെയ്ത് കേസ് സുപ്രീം കോടതിയിൽ കിടക്കുന്നുണ്ട്. കേരള ഗവൺമെന്റും അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഏത് ഗവൺമെന്റ്? പഴയ ഗവൺമെന്റ്, LDF ഗവൺമെന്റ്. പക്ഷേ ബോർഡ് ഇവിടെ പുനഃസംഘടിപ്പിക്കണം. ഞങ്ങൾ എന്ത് ചെയ്തു? ഈ പറഞ്ഞ അതേ രീതിയിൽ ബോർഡ് പുനഃസംഘടിപ്പിച്ചില്ല. അമുസ്ലിമിനെ ഒഴിവാക്കി നിർത്തി. അമുസ്ലിമിനെ ഉൾപ്പെടുത്തണമെന്നാണ് നിയമം. അമുസ്ലിമിനെ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം ബോർഡ് യോഗം ചെയ്യാൻ കോറമാണ് ആവശ്യം. ആ കോറം നിലവിലുണ്ടാകും. അപ്പൊ അമുസ്ലിമിനെ ഒഴിവാക്കി ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ആ ബോർഡ് പ്രവർത്തനം തുടങ്ങി. ഭംഗിയായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. പുതിയ ഗവൺമെന്റ് വന്നു. എന്താണ് സ്വീകരിച്ച സമീപനം? അവര് ഹൈക്കോടതിയിൽ പറയാണ്, ഞങ്ങൾ ഈ പറയുന്ന അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്. അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്താത്തത് ശരിയല്ല. ആ ബോർഡിനെ പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കരുത്.
ഞങ്ങൾ പുനഃസംഘടിപ്പിച്ചോളാം. ഈ പറയുന്ന അമുസ്ലിങ്ങളടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ബോർഡ് പുനഃസംഘടിപ്പിക്കുക. എന്താണ് ആവശ്യം? ഇവിടെ ഒരു ഭരണസമരമില്ലല്ലോ. ബോർഡ് കൃത്യമായി പോകാണല്ലോ, പ്രവർത്തിച്ചു പോകാണല്ലോ. ഇവരെല്ലാം അങ്ങോട്ട് കാര്യം പറയുന്നു, ഞങ്ങൾ മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിക്കൊള്ളാം എന്ന് പറയുന്നു. ആരുടെ അജണ്ടയാണത്? ചിലപ്പോ ഏതെങ്കിലും ലീഗ് വിശ്വാസികൾ കൂടുതൽ ഉണ്ടാവും. എന്നാൽ ക്ഷമിക്കുക, ലീഗിന്റെ മന്ത്രിയാണല്ലോ ഇത് കൈകാര്യം ചെയ്യുന്നത്. ആ മന്ത്രി നേരത്തെ പറഞ്ഞ വാചകങ്ങളുണ്ട്, MLA ആയിരിക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങളുണ്ട്. എന്തിനത് മാറ്റുന്നു? ആരുടെ നിർബന്ധം? എന്തേ നിലപാടില്ലാത്തത്? എന്തിനെ RSS അജണ്ടയ്ക്ക് കീഴ്പ്പെടുന്നു? കീഴ്പ്പെടുക മാത്രമല്ല, വാദസേവകരായി മാറില്ലേ? ആ നിലയിലേക്ക് ഇതിനെ അനുവദിച്ചു. ഇത് വകഫോടിന്റെ കാര്യം തീർന്നോ? PMC പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ നയം, പുതിയ വിദ്യാഭ്യാസ നയം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അതിന്റെ ഭാഗമായി PMC പദ്ധതി നടപ്പാക്കുമ്പോൾ ആ സ്കൂളുകളിൽ ഈ പറയുന്ന പുത്തൻ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നടപ്പാക്കുക. അതായത് മതനിരപേക്ഷതയ്ക്കെതിരായ, കാവ്യവൽക്കരണത്തിൻ്റെതായ സിലബസ് ആയിരിക്കും ഉൾപ്പെടുത്തുക. LDF തുടക്കം മുതലേ എടുക്കുന്ന കാര്യമുണ്ട്. ഈ PMCക്ക് ഞങ്ങൾ അനുകൂലമല്ല, ഞങ്ങൾ നടപ്പാക്കാനും തയ്യാറല്ല. അപ്പൊ എന്ത് ചെയ്തു? PMC നടപ്പാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ PMC നടപ്പാക്കാതിരിക്കുകയല്ലേ ചെയ്യൂ? അതിന്റെ ഫണ്ട് കേരളത്തിന് വേണ്ട എന്ന് കേരളം തീരുമാനിക്കുന്നു. അത് കേരളം തരണ്ട. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ധാരാളം പണം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകേണ്ടതുണ്ട്. അത് ഓശാരല്ല, ദയല്ല, സംസ്ഥാനത്ത് നഷ്ടപ്പെടുന്നതാണ്. ആ പണം തന്നില്ല, അത് പിടിച്ചു വെച്ചു. ചെറിയ പണമല്ല. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട പണം തരാത്ത നിലപാട് ബോധപൂർവം സ്വീകരിച്ചു. SSK ഫണ്ട് കിട്ടാതെ വന്നു. അപ്പോ SSK ഫണ്ട് റിലീസ് ചെയ്യണമെങ്കിൽ ഈ PMC പദ്ധതി അതിന്റെ ഭാഗമായുള്ള ഒരു MOU ഒപ്പിട്ടാൽ അത് റിലീസ് ചെയ്ത് കിട്ടുമെന്നൊരു ധാരണ. അങ്ങനെ ആ PMC പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള MOU ആദ്യം ഒപ്പിട്ടു. LDF അതിന് നയപരമായ തീരുമാനമെടുത്തു. PMCയുമായിട്ട് നമ്മളൊരു തരത്തിലും മുന്നോട്ട് പോകേണ്ടതില്ല. ആ തീരുമാനത്തിന്റെ ഭാഗമായി LDF ഗവൺമെന്റ് ഈ ഒപ്പിട്ട MOU മരവിപ്പിക്കണമെന്ന് പറഞ്ഞു. MOU എന്ന് പറഞ്ഞാൽ ധാരണാപത്രം മാത്രമാണ്, കരാറല്ല. പൊതുവിദ്യാഭ്യാസ മന്ത്രി ഡൽഹിയിൽ പോയി ബന്ധപ്പെട്ട ആളുകളെല്ലാം കണ്ടു, മന്ത്രിയടക്കം കണ്ട് ഇത് ഞങ്ങൾ നടപ്പാക്കുന്നില്ല, ഞങ്ങൾ പിൻവാങ്ങുകയാണ് എന്ന് അറിയുകയും ചെയ്തു. അവിടെ കടന്നു. അതാണ് ഉണ്ടായത്. അപ്പോ PMC കേരളത്തിൽ നടപ്പാകുന്നില്ല. അപ്പൊ
എന്താ പറഞ്ഞത്? UDF വന്നപ്പോ